Video Line News Update. Brought to you by Joy Alucas, world's favorite jeweler. London നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം 1 and 2 Carlton Terrace, Green Street, London. നമസ്കാരം. ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. സൈബർ ആക്രമണം. ലണ്ടനിലെ പ്രധാന ആശുപത്രികളിലെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടു. ലണ്ടനിലെ പ്രധാന ആശുപത്രികളിൽ സൈബർ ആക്രമണം നടന്നതിനെ തുടർന്ന് പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടു. തലസ്ഥാനത്തെ ആശുപത്രികളിൽ റാൻസോംവെയർ ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് നിരവധി നടപടിക്രമങ്ങൾ റദ്ദാക്കുകയോ മറ്റ് NHS ദാതാക്കളിലേക്ക് റീഡയറക്ട് ചെയ്യുകയോ ചെയ്തിട്ടുണ്ട്. കിങ്സ് കോളേജ് ഹോസ്പിറ്റൽ, ഗൈസ്, സെന്റ് തോമസ്, റോയൽ ബ്രോംപ്ടൺ, എവലീന ലണ്ടൻ ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ എന്നിവയുൾപ്പെടെ പ്രാഥമിക ശുശ്രൂഷ സേവനങ്ങളും തിങ്കളാഴ്ച പാത്തോളജി പങ്കാളിയായ സിനോവിസിന് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് ബാധിച്ചു. സിനോവിസ് ഒരു റാൻസോംവെയർ സൈബർ ആക്രമണത്തിന്റെ ഇരയായിരുന്നു. ചീഫ് എക്സിക്യൂട്ടീവ് മാർക്ക് ഡോളർ പറയുന്നു, ഇത് എല്ലാ സിനോവിസ് IT സംവിധാനങ്ങളെയും ബാധിച്ചു. ഇത് ഞങ്ങളുടെ പല പാത്തോളജി സേവനങ്ങൾക്കും തടസ്സമുണ്ടാക്കുന്നു, അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇത് ആശുപത്രികളിലെ സേവനങ്ങളുടെ വിതരണത്തിൽ വലിയ തിരിച്ചടി സമ്മാനിച്ചു. ആശുപത്രികൾക്കുള്ളിൽ NHS സേവനങ്ങൾ ഉപയോഗിക്കുന്ന രോഗികളും ബാക്സ്ലി, ഗ്രീൻവിച്ച്, ലെവിഷാം, ബ്രോംലി, സൗത്ത്വാർക്ക്, ലാംബത്ത് ബറോകളിലുടനീളമുള്ള GP സേവനങ്ങളിലും ഇത് സ്വാധീനം ചെലുത്തുമെന്ന് ഡോളർ അഭിപ്രായപ്പെട്ടു. വ്യാജ ടൈം ഷീറ്റുകൾ നൽകി NHS നേഴ്സ് തട്ടിയെടുത്തത് 26,000 പൗണ്ട്. കടുത്ത അച്ചടക്ക നടപടികളുമായി നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിൽ. വ്യാജ ടൈം ഷീറ്റുകൾ നൽകി വൻ തുക തട്ടിയെടുത്ത NHSൽ ജോലി ചെയ്തിരുന്ന നേഴ്സ് അച്ചടക്ക നടപടി നേരിടുന്നു. രേഖകളിൽ കൃത്രിമം കാട്ടി ഫ്രാൻസിസ്ക ഡെൽ ഗ്രീക്കോ 26,000 പൗണ്ട് തട്ടിയെടുത്തതായി കണ്ടെത്തുകയായിരുന്നു. ടൈം ഷീറ്റുകളിലും മറ്റും കൃത്രിമം കാട്ടുന്നത് കടുത്ത അച്ചടക്ക നടപടി വിളിച്ചു വരുത്തുന്ന കുറ്റകൃത്യങ്ങളാണ്. നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിൽ നടത്തിയ തെളിവെടുപ്പിനെ തുടർന്ന് മോശം പെരുമാറ്റത്തിന് അവർക്കെതിരെ കർശന അച്ചടക്ക നടപടിക്കാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്. ഇതിനെ തുടർന്ന് ഫ്രാൻസിസ്ക ഡെൽ ഗ്രീക്കോയുടെ നഴ്സിംഗ് രജിസ്ട്രേഷൻ റദ്ദാക്കി. നേരത്തെ ഒരു ഏജൻസിയുടെ കീഴിൽ ജോലി ചെയ്തിരുന്ന ഇവരെ തെറ്റായ നടപടികളുടെ പേരിൽ ബ്ലാക്ക്പൂളിലെ ഒരു ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. 2021 ഒക്ടോബറിനും 2022 ഫെബ്രുവരിക്കും ഇടയിൽ സമർപ്പിച്ച ടൈം ഷീറ്റുകളിലാണ് വൻ പൊരുത്തക്കേടുകൾ കണ്ടെത്തിയത്. നഴ്സിംഗ് ഏജൻസിക്ക് ടൈം ഷീറ്റുകൾ വിവരങ്ങളിൽ സംശയം തോന്നിയതാണ് വൻ തട്ടിപ്പ് പുറത്തുവരാൻ കാരണമായി മാറിയതും. 200 സീറ്റ് ഭൂരിപക്ഷത്തിൽ വിജയിച്ച് ലേബർ പാർട്ടി വിജയിക്കുമെന്ന് റിപ്പോർട്ട്. വരാനിരിക്കുന്ന പൊതുതെരഞ്ഞെടുപ്പിൽ ടോറുകളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് 200 സീറ്റുകളുടെ മഹാഭൂരിപക്ഷത്തിന് ലേബർ വിജയിച്ചു കയറുമെന്ന് മെഗാ സർവേ. ഋഷി സുനാക്കിന്റെ കൺസർവേറ്റീവ് പാർട്ടിക്ക് സുപ്രധാന പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്നാണ് 2 പ്രധാന സർവേകൾ വ്യക്തമാക്കുന്നത്. യുഗോവ് നടത്തിയ MRP പോളിൽ ലേബർ 422 സീറ്റുകൾ നേടി വിജയിക്കുമെന്ന് പറയുമ്പോൾ ടോറുകൾ 140 സീറ്റിലാകും വിജയിക്കുക. ഇതോടെ കീർ സ്റ്റാർമയുടെ ഭൂരിപക്ഷം 194-ലെത്തും. ടോറുകൾക്ക് 232 സീറ്റുകൾ നഷ്ടമാകുമെന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ലേബർ ആധുനിക ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം നേടുമെന്നാണ് MRP പോൾ കണക്കാക്കുന്നത്. MNRPയുടെ രണ്ടാമത്തെ സർവേ കൺസർവേറ്റീവുകൾക്ക് അല്പം ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും ലേബറിന് 100 സീറ്റ് ഭൂരിപക്ഷം കണക്കാക്കുന്നു. 2019 തെരഞ്ഞെടുപ്പിൽ ബോറിസ് ജോൺസൺ നേടിയ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതലാണിത്. 5 വർഷം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട വലിയ മാറ്റമാണ് ഇതിൽ വ്യക്തമാകുന്നത്. കൂടാതെ പല പ്രമുഖ ടോറി വമ്പന്മാർക്കും സീറ്റ് നഷ്ടമാകും. ചാൻസലർ ജെറമി ഹൺ, പെന്നി മോർട്ടൺ, ഡിഫൻസ് സെക്രട്ടറി ഗ്രാൻഡ് ഷാപ്സ്, ജസ്റ്റിസ് സെക്രട്ടറി അലക്സ് ചോക്ക്, മുൻ ബിസിനസ് സെക്രട്ടറി ജേക്കബ് റീസ് മോഗ് എന്നിവരാണ് വോട്ടർമാരുടെ തിരിച്ചടി നേരിടാൻ സാധ്യതയുള്ളവർ. കുടിയേറ്റ കെയറർമാർ ഏജൻസികളുടെ ചൂഷണത്തിന് ഇരയാകുന്ന അവസ്ഥയിൽ നടപടി. കുടിയേറി എത്തുന്ന കെയറർമാർ ഏജന്റിന്റെ ചതിയിൽപ്പെടുന്ന വാർത്തകൾ പുറത്തുവരികയാണ്. കഴിഞ്ഞ ദിവസം മലയാളി യുവാവിന് ചതിപറ്റിയ സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു. വലിയ തുക കടം വാങ്ങി ബ്രിട്ടനിലെത്തിയ യുവാവ് ചതിക്കപ്പെട്ട സംഭവം പുറത്തു വന്നതോടെ ഇത്തരത്തിൽ നിരവധി പേർ ചൂഷണത്തിന് ഇരയായിട്ടുണ്ടെന്ന സത്യവും ചർച്ചയാവുകയാണ്. തങ്ങളുടെ തൊഴിലുടമകളെ വിട്ടുപോയാൽ വിസ നഷ്ടമാവുകയും രാജ്യം വിട്ടുപോകേണ്ടി വരികയും ചെയ്യും എന്ന ഭയമാണ് പലർക്കും. ഇക്കാര്യത്തിൽ ഒരു സമ്പൂർണ്ണ സർക്കാർ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് RCN 3 പ്രധാന ദേശീയ പാർട്ടികൾക്കും കത്തയച്ചിരിക്കുകയാണ്. റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് ആക്ടിംഗ് ജനറൽ സെക്രട്ടറി പ്രൊഫസർ നിക്കോള റേഞ്ചർ പറയുന്നത്, കുടിയേറ്റ കെയർ വർക്കർമാർക്കെതിരായ ചൂഷണം തടയാൻ നടപടികൾ അനിവാര്യമാണ് എന്നാണ്. കെയർമാരുടെ ഒഴിവ് നികത്താൻ പലപ്പോഴും നിയമലംഘനങ്ങൾ നടത്തിയുള്ള റിക്രൂട്ട്മെന്റുകൾ നടക്കുന്നുണ്ട്. കുടിയേറ്റം കുറയ്ക്കാനെന്ന പേരിൽ കർശന നിയമങ്ങളാണ് കെയർ മേഖല ഉൾപ്പെടെ റിക്രൂട്ട്മെന്റിൽ കൊണ്ടുവരുന്നത്. വിദേശ കെയർ വർക്കർമാർ UK വരുമ്പോൾ കൂടെ കുടുംബത്തെയും കൊണ്ടുവരുന്നതിനെ വിമർശിച്ച ടോറികൾ അടുത്തിടെ അത് നിരോധിച്ചിരുന്നു. നിരോധനം നെറ്റ് ഇമിഗ്രേഷൻ നിരക്ക് കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് ലേബർ പാർട്ടിയും വിലയിരുത്തിയത്. ഏതായാലും ചൂഷണങ്ങൾക്കിരയായി നിവൃത്തിയില്ലാതെ UK അകപ്പെടുന്നവർക്ക് ആശ്വാസമുണ്ടാകുന്ന നീക്കങ്ങൾ ഉടനുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. NHSലെ കാലതാമസം മൂലം പ്രൈവറ്റ് ചികിത്സ തേടുന്നവരുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധന. NHSലെ സുദീർഘമായ കാലതാമസം മൂലം പ്രൈവറ്റ് ചികിത്സ തേടിയ രോഗികളുടെ എണ്ണത്തിൽ പുതിയ റെക്കോർഡ്.
2023 ഏകദേശം 8,98,000 പേരാണ് UK സ്വകാര്യ ആശുപത്രി ചികിത്സ തേടിയതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. 2022 റെക്കോർഡായ 8,36,000 നിന്നും 7% കുതിച്ചുചാട്ടം രേഖപ്പെടുത്തിയപ്പോൾ മഹാമാരിക്ക് മുൻപത്തേക്കാൾ 15% വർധനവാണ് ഉണ്ടായത്. NHS പ്രൊസീജിയറുകൾക്കായി സുദീർഘമായ കാത്തിരിപ്പ് നേരിടുന്നതാണ് ഈ ട്രെൻഡ് വർദ്ധിക്കാൻ കാരണം. 7.54 മില്യൺ ചികിത്സകളാണ് NHS ക്യൂവിലുള്ളത്. 150 ബില്യൺ പൗണ്ട് വാർഷിക ചെലവിൽ പരിപോഷിപ്പിക്കുന്ന NHSൽ ജീവനക്കാരുടെ പലായനവും കോവിഡ് സൃഷ്ടിച്ച ബാക്ക്ലോഗും സമരപരമ്പരകളും ചേർന്നാണ് സ്ഥിതി വഷളാക്കി മാറ്റിയത്. ഇനി നാട്ടിലെ വാർത്തകൾ. ഇന്ത്യ സഖ്യത്തിന്റെ നിർണായക യോഗം ഇന്ന്. നിതീഷിന് നൽകുക ഉപപ്രധാനമന്ത്രി പദവി. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJPക്ക് കേവല ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ സർക്കാർ ഉണ്ടാക്കാൻ ഇന്ത്യ സഖ്യം ശ്രമം തുടങ്ങി. സഖ്യത്തിന്റെ നിർണായക യോഗം ഇന്ന് നടക്കും. NDAയ്ക്കൊപ്പമുള്ള ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ, TDP നേതാവ് ചന്ദ്രബാബു നായിഡു എന്നിവരുമായി ചർച്ച നടത്താനാണ് കോൺഗ്രസ് നീക്കം. ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെയും കോൺഗ്രസ് നേതാവ് സൽമാൻ ഖുർഷിദുമാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. 292 സീറ്റുകളാണ് NDAയ്ക്കുള്ളത്. ഇതിൽ 28 സീറ്റുകൾ JDU TDP സഖ്യകക്ഷികളുടേതാണ്. അതേസമയം ഇന്ത്യ ബ്ലോക്കിന് 234 സീറ്റുകളുണ്ട്. JDU TDP സഖ്യത്തെ ഒപ്പം ചേർത്താൽ 262 സീറ്റിലേക്ക് ഉയരും. മറ്റു പാർട്ടിക്കാരിൽ നിന്ന് ചിലരെ ഒപ്പം കൂട്ടിയാൽ 272 സീറ്റുകൾ ലഭിക്കുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷ. എന്നാൽ ചന്ദ്രബാബു നായിഡു NDAയ്ക്കൊപ്പം എന്ന് ചൂണ്ടിക്കാട്ടി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇത് TDPയെ ഒപ്പം കൂട്ടാനുള്ള ശ്രമങ്ങൾക്ക് തിരിച്ചടിയാണ്. 2019 തിരഞ്ഞെടുപ്പിന് മുൻപ് സഖ്യത്തിൽ നിന്ന് അകന്ന് TDP പിന്നീട് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വീണ്ടും NDA എത്തുകയായിരുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടെ 5 തവണയാണ് നിതീഷ് കുമാർ മുന്നണി മാറി രാഷ്ട്രീയ പരീക്ഷണം നടത്തിയത്. ഇത് മനസ്സിലാക്കിയാണ് മമതാ ബാനർജി നിതീഷ് കുമാറിനെ ഉപപ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടി ഇന്ത്യ സഖ്യത്തിനൊപ്പം കൂട്ടാൻ രംഗത്ത് വന്നിരിക്കുന്നത്. CPMന് ദേശീയ പാർട്ടി പദവി നഷ്ടമാകില്ല. ലോക്സഭയിലെ വലിയ ഇടതു പാർട്ടി എന്ന സ്ഥാനവും സ്വന്തം. കേരളത്തിൽ വലിയ നേട്ടമുണ്ടാക്കാനാകില്ലെങ്കിലും CPMനെ ആശ്വസിക്കാൻ വകകൾ ഏറെയാണ്. തങ്ങളുടെ ദേശീയ പാർട്ടി പദവി നഷ്ടമാകില്ല എന്നതും പാർലമെന്റിലെ ഏറ്റവും വലിയ ഇടതു പാർട്ടി തങ്ങളാണെന്നതും CPMന് ആശ്വാസമാണ്. രാജസ്ഥാനിൽ ഒരു സീറ്റിൽ ജയിക്കാനായതാണ് CPMന് ദേശീയ പാർട്ടി പദവി നഷ്ടമാകാതിരിക്കാൻ കാരണമാവുക. 17ാം ലോക്സഭയിൽ CPMന് 3 അംഗങ്ങളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇക്കുറി അത് 4 ഉയർന്നു. രാജസ്ഥാനിൽ ജയിച്ചതോടെ CPMന്റെ ദേശീയ പാർട്ടി പദവിക്ക് ഭീഷണിയില്ല. കേരളം, ബംഗാൾ, തമിഴ്നാട്, ത്രിപുര എന്നീ 4 സംസ്ഥാനങ്ങളിൽ CPMന് സംസ്ഥാന പാർട്ടി പദവി ഉള്ളതുകൊണ്ടാണ് നിലവിൽ ദേശീയ പാർട്ടിയായി തുടരുന്നത്. തെലങ്കാന ഫോൺ ചോർത്തൽ കേസ്. ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു. ഫോൺ ചോർത്തൽ സംബന്ധിച്ച ഹർജിയിൽ നിലപാട് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിമാർ, സംസ്ഥാന ചീഫ് സെക്രട്ടറി, DGP, ഇന്റലിജൻസ് മേധാവി, ഹൈദരാബാദ് പോലീസ് കമ്മീഷണർ എന്നിവർക്ക് തെലങ്കാന ഹൈക്കോടതി ചൊവ്വാഴ്ച നോട്ടീസ് അയച്ചു. BRS സർക്കാർ തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളുടെയും ഹൈക്കോടതി ജഡ്ജിമാരുടെയും ഫോണുകൾ ചോർത്തുന്നുവെന്ന റിപ്പോർട്ടുകളെ തുടർന്നാണ് ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തത്. മറുപടി നൽകാൻ 3 ആഴ്ചത്തെ സമയം അനുവദിച്ചിട്ടുണ്ട്. ഇനി സ്പോർട്സ് വാർത്തകൾ. ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് അയർലൻഡിനെ നേരിടും. പ്ലേയിങ് 11-ൽ ആരൊക്കെയുണ്ടാകുമെന്ന ആകാംക്ഷയിൽ ആരാധകർ. T20 ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് അയർലൻഡിനെ നേരിടാനിറങ്ങുമ്പോൾ പ്ലേയിങ് 11-ൽ ആരൊക്കെയുണ്ടാകുമെന്ന ആകാംക്ഷയിലാണ് ആരാധകർ. മലയാളി താരം സഞ്ജു സാംസൺ പ്ലേയിങ് 11-ൽ അവസരം കിട്ടുമോ എന്നതും മലയാളികൾ ഉറ്റുനോക്കുന്നു. എന്നാൽ ഇന്ത്യൻ ക്യാമ്പിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഇന്ന് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്കൊപ്പം വിരാട് കോഹ്ലിയാകും ഓപ്പണറായി ഇറങ്ങുക. 3-ാം നമ്പറിൽ സന്നാഹ മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ തകർപ്പൻ അർദ്ധ സെഞ്ചുറി നേടിയ ഋഷഭ് പന്താകും എത്തുക. ഇടം കയ്യൻ സ്പിന്നർമാർക്ക് പിച്ചിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യം പ്രതിരോധിക്കുക എന്നതുകൂടി പന്തിനെ 3-ാം നമ്പറിൽ കളിപ്പിക്കുന്നതിന് പിന്നിലെ ലക്ഷ്യമാണ്. ദക്ഷിണാഫ്രിക്ക ശ്രീലങ്ക പോരാട്ടത്തിൽ ഇടം കയ്യൻ സ്പിന്നർമാരെ കളിക്കാൻ ബാറ്റർമാർ ബുദ്ധിമുട്ടിയിരുന്നു. ഓപ്പണിംഗിൽ ഇറങ്ങുന്ന വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കും ഇടം കയ്യൻ സ്പിന്നർമാർക്കെതിരെ മികച്ച റെക്കോർഡില്ലെന്നതും ഇന്ത്യക്ക് ആശങ്ക സമ്മാനിക്കുന്ന ഘടകമാണ്. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 106.46 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.